കപ്പങ്ങ കപ്പങ്ങ വെച്ചെന്തൊക്കെ ഉണ്ടാക്കാം നമുക്ക്. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടുണ്ടല്ലോ, ഇന്ന് സ്പെഷ്യലായിട്ട് കണ്ണൂർ കോക്ടെയിൽ. വീഡിയോസ് കണ്ടും മടുത്ത്. ഇനിയിപ്പോൾ കണ്ണൂർ വരെ ഇതൊന്നും കുടിക്കാൻ പോകുമ്പോൾ മുതലാവില്ലാത്ത കാര്യം നമുക്കറിയാലോ. കണ്ണൂരായിരിക്കും എൻ്റെ സ്പെഷ്യൽ. പക്ഷെ നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കാം, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയല്ലോ. ബാ എന്നെ കൊണ്ട് ഇത് സാധിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും സാധിക്കും. മെയിനായിട്ടുള്ള ഐറ്റമാണ്. നമുക്ക് ഫുഡിനെ കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും പറയുന്നു. കുടിക്കുന്നവൻ കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയിപ്പിക്കും. മെയിനായിട്ടുള്ള ഐറ്റംസാണ് നിങ്ങൾ രണ്ടും കണ്ടത്. ഇതിൽ നമ്മൾ കപ്പങ്ങ അരിഞ്ഞു വെച്ചു, അതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ട് ആ ക്യാരറ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് ഇതാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഇത് രണ്ടും കൂടി അങ്ങോട്ട് അടിച്ചു. പഞ്ചസാര വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ. കാരണം ഐസ്ക്രീമും ഈ പറഞ്ഞ കപ്പങ്ങൾക്കും ക്യാരറ്റിനും അത്യാവശ്യം മധുരമുള്ളതാണ്, ഷുഗറുള്ളതാണ്. ഷുഗർ ഫ്രീ ആണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി അതിൻ്റെ അകത്ത് നമ്മൾ മിക്സ് ചെയ്തു. അതിന് ശേഷം നമുക്കിടാനുള്ള കൂട്ടാണ്ട് കാണുന്ന മാതളമുണ്ട്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരി, ബ്ലാക്ക് മുന്തിരി ഉണ്ട്, ബദാമുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മാതളം ഇട്ട് പിന്നെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, ഈ പാലിലൊക്കെ ഇട്ടിട്ട് കുടിക്കുന്ന സാധനമില്ല, അതിൻ്റെ പേര് മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഈ അടുക്കളയിൽ കയറാത്തതിൻ്റെ പ്രശ്നമാണേ. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാതളം ഇട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ഈ ഒരു അണ്ടിപ്പരിപ്പ് നമ്മളങ്ങോട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പിന്നാലെ നമ്മൾ ബദാം ഇട്ട്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണോ അവിടെ കൂട്ടാൻ വെച്ചാണ് ആ ഐറ്റംസൊക്കെ പറക്കി കൂട്ടിയാണ്ട് ഇട്ട്. കാരണം വീഡിയോയിൽ ഞാൻ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ ഈ സാമാനം അങ്ങോട്ട് ഇട്ട്. ഇനി നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണ് പറയാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ. നോമ്പ് പിടിച്ചവർക്കാണ് ഈ ഒരു ഐറ്റം ഫസ്റ്റ് കൊടുക്കുന്നത്. എനിക്ക് നല്ല ടെൻഷനുണ്ട്, പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ട് സത്യം പറഞ്ഞാൽ. വേറെ ഒന്നും ഞാൻ മിക്സ് ചെയ്തിട്ടില്ല, ആ വീഡിയോ കണ്ട ഐറ്റംസ് മാത്രമാണ് മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു കൂട്ടോ കൈപുണ്യത്തിൻ്റെ ആവശ്യമോ എനിക്ക് ഈ ഒരു കണ്ണൂർ കോക്ടെയിൽ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം, ഇതാണ് കണ്ണൂർ കോക്ടെയിൽ എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്, ആ ഒരു ഐറ്റത്തിന് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അവസാനം നമ്മൾ പറഞ്ഞ ആ പാലിലിട്ട് കുടിക്കുന്ന സാധനത്തിന് മനസ്സിലായി നിങ്ങൾക്ക്, ആ ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. അതിൻ്റെ പേര് ഞാൻ ഓർത്തു വരുന്നു. എന്താണെങ്കിലും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി ഐസ്ക്രീം എന്ന് പറയുന്ന സാധനം നിങ്ങൾ എത്രത്തോളം കൂടുന്നല്ലോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് മാറുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ആ ഒരു കപ്പങ്ങയുടെ ടേസ്റ്റ് നല്ല രീതിക്ക് പപ്പായയുടെ ടേസ്റ്റ് പുറത്ത് വരുന്നുണ്ട്. നമ്മൾ ഐസ്ക്രീം ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം പറയുകയാണ്. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് എനിക്ക് തോന്നുന്ന ഈ ഒരു ജ്യൂസിൽ. കാരണം നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഒക്കെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ ഈ ഷുഗർ അവർക്കൊക്കെ ഉണ്ടല്ലോ, ഷുഗർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റം. ഇത് ക്ലാസ്സിലാണ്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ നോമ്പുരയുടെ സമയമായപ്പോൾ നമ്മൾ ആ പിള്ളേർക്കൊക്കെ അങ്ങോട്ട് വാരി കൊടുത്ത് നല്ല മടുന്ന് പിള്ളേർ സാധനം അടിച്ച്. കാരണവരുണ്ടാകും പിള്ളേരാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, വെറുതെ ആവില്ല.